വെൽക്കം ടു ലിവർ. പുതിയതായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നവർ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അടുത്ത മിസ്റ്റേക്ക്, നിങ്ങൾ പുതിയതായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറേ കൊളീഗ്സ് ഉണ്ട്, ആ കമ്പനിയിൽ വേറെയും കുറേ സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രശ്നം, നിങ്ങൾ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണം അവിടുത്തെ പാരവെപ്പും ഓഫീസ് പൊളിറ്റിക്സും ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഫ്രണ്ടാണ് എന്ന് കരുതിയ ആൾക്കാരായിരിക്കും നിങ്ങൾക്കിട്ട് പാര വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പാവമാണ് എന്ന് കരുതിയ ആൾക്കാരായിരിക്കും നിങ്ങളെ കുറച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് നിങ്ങൾ അവിടെ നിന്ന് ചാടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഒരു പേടി ഉണ്ടായിരിക്കും. കാരണം ഈ പുതിയ കമ്പനിയിലും കുറേ ആൾക്കാരുണ്ട്, ഇതുങ്ങളൊക്കെ ഏത് ടൈപ്പാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ചെന്ന് പരിചയപ്പെട്ടിട്ട് അവസാനം ഇത് പാരയാവുമോ എന്നൊരു പേടി നിങ്ങൾക്കുണ്ടാവും. അത് സ്വാഭാവികമാണ്, അതിന് നിങ്ങളെ കുറ്റം പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു ഡൗട്ട് വരും. പക്ഷേ ഇത് നമുക്ക് തന്നെ പിന്നീട് പാരയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്, അവിടെയുള്ള ആളുകൾ നമ്മളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടട്ടെ. അപ്പോൾ നമുക്കറിയാം ഇവരൊക്കെ ഏത് തരക്കാരാണ്, എങ്ങനെയുള്ള ആൾക്കാരാണ്. ഇനി നിങ്ങളൊരു ഇൻട്രോവേർട്ടും കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാനുള്ള സാധ്യതയും കുറവായിരിക്കും. ചില കമ്പനികൾ, നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തും, ഇങ്ങനെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇത് നമ്മളുടെ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന സ്റ്റാഫാണെന്ന്. വേറെ ചില കമ്പനി ഉണ്ട്, ഞാൻ ചില കമ്പനിയിലൊക്കെ ജോയിൻ ചെയ്തപ്പോൾ ചെന്ന് കയറുന്നു, നേരെ വർക്ക് തന്നു, കൊണ്ടിരുത്തി വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പരിചയപ്പെടുത്തി, ഇവർ രണ്ടാളും കോപ്പി റൈറ്റേഴ്സാണ്, ഞാനൊരു കോപ്പി റൈറ്ററാണ്, പക്ഷേ നമുക്ക് ഈ മാസത്തെ പ്ലാൻ, മന്ത്ലി പ്ലാൻ കൊടുക്കണം, ഇരുന്ന് ചെയ്യാം, ഇത്രയും ക്ലയൻസാണ്. അതിനുശേഷം ഇവർ ആണ് എനിക്ക് നമ്മുടെ ക്ലയൻറ്റ് ലിസ്റ്റും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തന്നത്. പക്ഷേ ബാക്കി സ്റ്റാഫിനൊന്നും എന്നെ ഫോർമലി ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യം ഇവർ ചെയ്തില്ല. അപ്പോൾ ചില സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം പറ്റും. ചില കമ്പനിയുടെ HR ആ കാര്യം മറന്നു പോകും, അല്ലെങ്കിൽ അവരെ തിരക്കുകൊണ്ട് അവർക്ക് പറ്റാതെ വരും. ചില കമ്പനിയിൽ HR ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇവരൊന്നും നമ്മളോട് മിണ്ടാൻ വന്നില്ല, നമുക്ക് വർക്ക് തന്നിട്ടുണ്ട്, അതിരുന്ന് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ ഐസൊലേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നീട് പാരയാവും. കാരണം ഈ പ്രൊബേഷൻ ടൈമിൽ നമ്മളെക്കുറിച്ചുള്ള ഒപ്പീനിയൻ നമ്മളുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ HR ബാക്കിയുള്ളവരൊക്കെ ചോദിക്കും. അപ്പോൾ അവരെന്താ പറയുക, അവനങ്ങനെ ആരുമായിട്ട് കമ്പനി ഇല്ല, അങ്ങനെ ആരുമായിട്ടും സംസാരിക്കാനൊന്നും നിൽക്കാറില്ല. ഇപ്പോൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ പോകുന്ന ഒരു ശീലമുണ്ടെന്ന് വിചാരിക്കുക. വൈകുന്നേരം നിങ്ങൾ ചിലപ്പോൾ ചായ കുടിക്കാത്ത ആളായിരിക്കും. അപ്പോൾ ഞാനങ്ങനെ ഒരിക്കൽ ചെയ്തിരുന്നു. ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ചായ കുടിക്കാത്ത ആളാണ്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോകണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ പോകും, നമ്മൾ മാത്രം അവിടെ നിന്ന് വർക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ, അവനിപ്പോൾ എല്ലാവരും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പണിയെടുക്കാതെ ചായ കുടിക്കാൻ പോകുന്നു, ഇവൻ മാത്രം പണിയെടുക്കുന്നു എന്നൊരു ഇമേജ് ഉണ്ടാക്കാനാണ് അവൻ അവിടെ ഇരിക്കുന്നത് എന്നായിരിക്കും അവർ പോയ ആൾക്കാർ സംസാരിക്കുക. അല്ലെങ്കിൽ ഇവൻ എന്താ ആൾക്കാരുടെ അടുത്ത് കൂടാത്ത എന്നായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ ഒരു കമ്പനിയിൽ എപ്പോഴും വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊരു ടാസ്ക് തരുന്നുണ്ടെങ്കിലും കമ്പനിക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഗോളിനനുസരിച്ച് കമ്പനിയിൽ നിന്നും പോകേണ്ട ഒരു കാര്യത്തിലെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതൊരു ടീം വർക്കാണ്. അവിടെ ഒരു സ്റ്റാഫിന് മാത്രം കമ്പനിക്ക് വേണ്ട കാര്യം ഡെലിവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടീമായിട്ട് പരസ്പരം ഇൻട്രാക്ട് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും എല്ലാ കമ്പനിയിലും നടക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യാനും വില്ലിങ് ആയിരിക്കണം. പക്ഷെ അതിന് പകരം നിങ്ങൾ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇതൊരു ബാഡ് ഇംപ്രഷനാണ്. അപ്പോൾ ഇവനോട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയും, ഇവൻ ആരുമായിട്ട് അടുക്കുന്നില്ല, അപ്പോൾ ഇങ്ങനൊരാൾ വരുമ്പോൾ ഓഫീസിൻ്റെ ടോട്ടൽ മൂഡ് മാറുന്നുണ്ട്, അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ വരുമ്പോൾ ഇവർ ചിന്തിക്കും നിങ്ങൾ ഈ ഒരു കമ്പനിക്ക് ഫിറ്റല്ല എന്നുള്ളത്. മേ ബി നിങ്ങളുടെ ജോബ് നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ കമ്പനിയുടെ ഒരു കൾച്ചർ വെച്ച് നോക്കുമ്പോൾ നിങ്ങളതിൽ ഫിറ്റല്ല എന്നൊരു അസംഷനിലേക്ക് ഇവരെത്തും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യും? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ കമ്പനിയിലെത്തുമ്പോൾ നിങ്ങളെ ഫോർമലി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലും നിങ്ങൾ തന്നെ ഇവരോട് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിനുള്ള ബെസ്റ്റ് ഓപ്ഷൻ വർക്കിംഗ് ടൈം അല്ല, ലഞ്ച് ബ്രേക്ക് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ലഞ്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കുക. അപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. ഒരു ദിവസം നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുക, അപ്പോൾ പുറത്ത് പോയി കഴിക്കുന്ന ആൾക്കാരുടെ കൂടെ നിങ്ങൾക്ക് പോകാം, അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ഇതേപോലെ കോഫി ബ്രേക്ക്, ടീ ബ്രേക്ക് വരുന്ന സമയത്ത് ഇവരുടെ കൂടെ നിങ്ങൾ പോവുക. നിങ്ങൾ ചായ കുടിച്ചില്ലെങ്കിലും ചുമ്മാ പോവുക. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ ചായ കുടിച്ചില്ലെങ്കിലും ചുമ്മാ പോവും, അവരടുത്ത് വർത്താനം പറഞ്ഞ് നിൽക്കും. അങ്ങനെയാണ് നമുക്ക് ഇവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ആരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വില്ലിങ് ആണ്, ആരൊക്കെ സ്കിൽഡാണ്, ആരൊക്കെ ചുമ്മാ ഡയലോഗടിയാണ്, ആരൊക്കെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതാണ്. അങ്ങനെ ആൾക്കാരെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. നമ്മുടെ കൂടെ നിർത്തേണ്ട ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാം, അതേപോലെ അകറ്റി നിർത്തേണ്ട ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടുകെട്ടുകളിലേക്ക് പോവുക. അതേപോലെ നിങ്ങൾ അവരോട് എന്ത് സംസാരിക്കുന്നു എന്ന കാര്യത്തിനും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. നമുക്ക് പിന്നീട് പാരയാവാൻ സാധ്യതയുള്ള ഇൻഫർമേഷൻസ് ഒന്നും അവർക്ക് കൊടുക്കരുത്. കാരണം നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് പറയുന്നു അതാണ് നിങ്ങൾ. അല്ലാതെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ഒന്നും ആരും നടത്താൻ പോകുന്നില്ല.
നിങ്ങൾ എങ്ങനെ അവിടെ സംസാരിക്കുന്നു അത് മാത്രമാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. നിങ്ങളെക്കുറിച്ച് എങ്ങനെയുള്ളൊരു ഇമേജാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ മാത്രം നിങ്ങൾ സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ടീമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്, ഫ്രണ്ട്ലിയാണ് എന്നൊക്കെയുള്ളൊരു ഇമേജ് വരും. സോ ആ കമ്പനിയിലേക്ക് തോന്നും നിങ്ങളെ ആ ഒരു കമ്പനിയിൽ നിർത്താം, നിങ്ങളതിൻ്റെ ഭാഗമായി എന്നും തോന്നും. സോ പ്രൊബേഷനൊക്കെ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അവിടെ വർക്ക് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എല്ലാവരെയും പരിചയം ഉണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഇവരുടെ അടുത്ത് പോകാൻ പറ്റും, അവരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ചധികം കാലം നിങ്ങൾക്ക് ആ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കാര്യം പുതിയതായിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക. സോ അടുത്ത മിസ്റ്റേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഈ ഒരു സീരീസിനെ ഫോളോ ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അടുത്ത മിസ്റ്റേക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.